പ്രിയപ്പെട്ടവരെ, മക്കൾ എന്ന് പറയുന്നത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. വിലമതിക്കാൻ കഴിയാത്ത ഒരു നിഅമത്താണ്. മക്കൾ എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹത്തെ ആശിച്ചിട്ടും ലഭിക്കാതിരിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ വേദനയും വിഷമവും വിലയും നിലയും ഒക്കെ ബോധ്യപ്പെടുക. ഒരു നിഅമത്ത് നമുക്ക് ലഭിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ അതിന്റെ വിലയും നിലയും വേണ്ടതുപോലെ ബോധ്യപ്പെടണമെന്നില്ല. എന്നാൽ ഖദറുൻ നിഅമതി ബഅദ സവാലിഹ എന്നൊരു ചൊല്ലുണ്ട്. നിഅമത്തിനെ ആളുകൾ വിലമതിക്കുന്നത് അത് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുക. അതുപോലെ ലഭിക്കാതിരുന്ന ആളുകൾക്കാണ് അതിന്റെ വില മനസ്സിലാവുക. പരിശുദ്ധ ഖുർആനിൽ മഹാനായ ഒരു പ്രവാചകനെ സംബന്ധിച്ചിട്ട് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രവാചകനെ അല്ല, രണ്ട് പ്രവാചകന്മാരെ ആ രംഗത്ത് അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടുപേരും വലിയ പ്രവാചക ശ്രേഷ്ഠന്മാരാണ്. അല്ലാഹുവിൽ സ്വീകരിക്കപ്പെട്ട വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള മഹാന്മാരാണ്, നബിമാരാണല്ലോ. പക്ഷെ അവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും അവർക്ക് ലഭിക്കാതെ പോയ രണ്ട് വ്യസനങ്ങളെ സംബന്ധിച്ചിട്ട് ആ വ്യസനങ്ങൾ ആരോടും പറഞ്ഞാലും പ്രത്യേകിച്ച് ഒരു പരിഹാരവും ലഭിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ അനുഭവത്തെ വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. ഒരു സൂറത്തിന്റെ തുടക്കം, ഒരു അധ്യായത്തിന്റെ ആരംഭം ചില അക്ഷരങ്ങളിലൂടെ അല്ലാഹു ഒരു ശബ്ദം മുഴക്കിക്കൊണ്ടാണ് നിർവഹിച്ചിട്ടുള്ളത്. മൂളിപ്പാട്ട് എന്ന് നമ്മൾ പറയാറില്ലേ, ദീനരോധനം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന, ആരും അറിയാതിരിക്കണമെന്ന് ആശിച്ചുകൊണ്ട് അടക്കിപ്പിടിച്ച ദുഃഖത്തെ അറിയാതെ അണപൊട്ടി പോകുമ്പോഴുണ്ടാകുന്ന ചില ശബ്ദ ധോരണികളിൽ സദമരോട് ചോദിക്കൂ, ഈ വിശുദ്ധ വാക്യത്തിന്റെ തുടക്കം ആദ്യത്തെ ആയത്തിൽ അർത്ഥം വെച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാറുള്ളത് അല്ലാഹു അഅലം ബി മുറാദിഹി എന്നാണ്. അതിന്റെ അർത്ഥം നമുക്കറിയില്ല, നമ്മൾ പറയാൻ കഴിയാത്തതാണ്. ഈ അക്ഷരങ്ങൾക്ക് അർത്ഥം വെക്കാൻ ആളുകളെ കൊണ്ട് സാധിക്കൂല എന്നാണ്. ഈ അക്ഷരങ്ങൾക്ക് അർത്ഥം വെക്കാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് സാധിക്കുകയില്ല. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഇത് ഒരക്ഷരമാണ് എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദീനരോധനത്തിന്റെ ശബ്ദമാണ്, ഒരു കരച്ചിലിന്റെ ശബ്ദമാണ്. ذكر رحمة ربك عبده زكريا ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا إذ نادى ربه نداء خفيا. സക്കരിയ എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യന്റെ കരച്ചിൽ ശബ്ദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിന്റെ വെമ്പൽ, വ്യഥ, ദുഃഖം, വെപ്രാളം, ബേജാറ് അതാരും അറിയാതെ അടക്കിപ്പിടിച്ചതാണെങ്കിലും അണപൊട്ടിപ്പോയപ്പോഴുണ്ടായ ശബ്ദമാണിത് എന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ.
ആരും അറിയാതെ രഹസ്യമായി ഒരു മൂലയിലിരുന്ന്, അങ്ങനെയാണല്ലോ, ആരെങ്കിലും അറിയാൻ പാടില്ല. അറിയുമ്പോൾ നമുക്കൊരു നാണക്കേട് ഉണ്ടാകും. എന്താ കാരണം എന്നറിയോ? റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബാ റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബാ. ഒരു മൂലയിലിരുന്ന് ഈ മഹാൻ അള്ളാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തി പിടിച്ചുകൊണ്ട് എനിക്കും ഒരു കുഞ്ഞിനെ തരണേ എന്ന് ദ്വാരക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, എന്റെ മുടിയൊക്കെ നരബാധിച്ചു, മുടിയൊക്കെ നരച്ചു, ശരീരത്തിന്റെ ചർമ്മങ്ങളൊക്കെ ചുക്കിച്ചൊളുക്കി എന്ന് പറഞ്ഞാൽ പ്രായാധിക്യത്തിന്റെ പേരിൽ വൃദ്ധനായ ഈ അവസ്ഥയിലും എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. കാരണം എനിക്ക് ശേഷം എന്റെ പാരമ്പര്യം ഈ ഭൂമിയിൽ നിലനിർത്താൻ, എന്റെ മകനെന്ന് പറയാൻ, എന്റെ മകളെന്ന് പറയാൻ ഒരു കുരുന്നെനിക്ക് കിട്ടണമെന്ന് ആഗ്രഹം, പടച്ചോനെ ആഗ്രഹം തീരുന്നില്ല. പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങാനും ഞാനിത് പരസ്യമായ നിലയിൽ പ്രാർത്ഥനയിലൂടെയെങ്കിലും പ്രകടിപ്പിക്കുമ്പോൾ അവരെന്താ പറയാ? ഇങ്ങനെ അർത്ഥം വെക്കാൻ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതി പഠിക്കാൻ ശ്രമിക്കണം, അല്ലാതെ പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രം വിശുദ്ധ വാക്യങ്ങളെ വായിച്ചു വിട്ടാൽ പോരാ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് നിദാഅൻ ഖഫിയ, ആരും കേൾക്കാതെ രഹസ്യമായി നിന്നെ വിളിക്കുന്നത്? എന്റെ നരബാധിച്ച മേനിയുമായി, ചുക്കിച്ചുളിഞ്ഞ വൃദ്ധനായ ശരീരവുമായി ഇനിയും പെണ്ണ് കെട്ടണമെന്നോ കുഞ്ഞിനെ കിട്ടണമെന്നോ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലും ആരെങ്കിലും കേട്ടാൽ സാധാരണ എന്താ പറയാ? വയസ്സും പ്രായമൊക്കെ അങ്ങേ അറ്റത്തെത്തി, ഇപ്പോഴും അയാൾക്ക് പൂതി തീർന്നിട്ടില്ല എന്നല്ലേ പറയാ. ആളുകൾ പരിഹസിക്കൂലേ, ആളുകൾ കളിയാക്കൂലേ? പക്ഷേ നീ എന്റെ റബ്ബാണ്, നീ എന്റെ പരിപാലകനാണ്, നീ എന്നെ സൃഷ്ടിച്ചവനാണ്, എന്നെ പടച്ചവനാണ്. അതുകൊണ്ട് ഞാൻ നിന്നോടുള്ള എന്റെ ദുആയിൽ ഒരിക്കലും നിരാശപ്പെടൂല. നിന്നോടുള്ള എന്റെ ദുആയിൽ ഞാൻ ഒരിക്കലും നിരാശപ്പെടൂല, മതിയാക്കൂല. പ്രിയപ്പെട്ടവരെ, മഹാനായ സക്കരിയ അലൈഹിസ്സലാമയുടെ രോദനം, കരച്ചില്, തേങ്ങല് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് നമുക്ക് പടച്ചവൻ തന്നിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ എത്ര വലിയ മഹത്തായ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടാനാണ്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. ഇവിടെ കുറച്ചും കൂടി മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഹൃദയത്തിന്റെ ഗദ്ഗതങ്ങളെയാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂത്ത് നരച്ചു 90 കഴിഞ്ഞു. ഇപ്പോഴും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം പൂവണിഞ്ഞില്ല. ആ സ്വപ്നം സാക്ഷാത്കരിച്ചില്ല. പക്ഷേ ആശ കൈവിടിഞ്ഞില്ല, ആഗ്രഹം കൈവിട്ടില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പടച്ചവനെ, എനിക്ക് നീ ഒരു സാലിഹായ സന്തതിയെ തരണേ എന്ന് നിരന്തരം ദ്വാരന്നുകൊണ്ടേയിരുന്നു. അള്ളാഹു പാഴാക്കിയില്ല. എപ്രകാരം സക്കരിയ അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു അത്ഭുതകരമായ നിലയിൽ വാർദ്ധക്യത്തിന്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സന്താനത്തെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ.
ഞാൻ താങ്കൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്ത് സന്തോഷ വാർത്ത അറിയോ? നാട്ടുകാരും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത അത്ര അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തെ ഞാൻ താങ്കൾക്ക് തരാൻ പോകുന്നു. ആ സന്തോഷ വാർത്ത യഹ്യ, ഒരു പേര് ഞാൻ തന്നെ സ്വന്തമായി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ആൺതരിയെ കുറിച്ചിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. മഹാനായ സക്കരിയ അലൈഹിസ്സലാം തന്നെ പകച്ചുപോയി, അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, എനിക്ക് കുഞ്ഞുണ്ടാകാനോ? قال كذلك قال ربك അതെ, ശാസ്ത്രം എതിരാണ്, അനുഭവം എതിരാണ്, നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിൽ ഒക്കെ ശരിയാണ്. പക്ഷേ നിന്റെ റബ്ബ് അപ്രകാരം തീരുമാനിച്ചു കഴിഞ്ഞു, വിധിച്ചു കഴിഞ്ഞു. അവൻ തരാൻ തീരുമാനിച്ചാൽ ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസാ ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما അല്ലാഹു അവന്റെ കയ്യിലാണ് ആകാശഭൂമികളുടെ സർവ്വ അധികാരവും ഉള്ളത്. അവനാണ് എല്ലാത്തിനെയും പോറ്റിപ്പോരുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അവനാണ്. അവൻ ഇഷ്ടപ്പെടുന്നതിനെ സൃഷ്ടിക്കുന്നു, പടയ്ക്കുന്നു. നിങ്ങളിൽ നിന്നും ചില ആളുകൾക്ക് അല്ലാഹു തആല ആൺകുട്ടികളെ സമ്മാനമായി തരുകയാണ്. അല്ലാതെ ഈ രാജ്യത്തിന്റെ, ലോകത്തിന്റെ സാങ്കേതിക വിദ്യകളോ സർവ സന്നാഹങ്ങളോ ഒന്നിച്ചു ചേർന്ന് ശക്തമായ പരിശ്രമത്തിൽ ഒറ്റക്കെട്ടായി പണിയെടുത്താലും അള്ളാഹു കൊടുക്കണ്ട എന്ന് വിചാരിച്ച മാതാവിനും പിതാവിനല്ല, ഇണകൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കുകയില്ല. നിങ്ങളിൽ നിന്നും ചില ഇണകൾക്ക് അല്ലാഹു തആല ആൺകുട്ടികളെ തരുന്നു, മറ്റു ചില ആളുകൾക്ക് അല്ലാഹു പെൺകുട്ടികളെ തരുന്നു. മറ്റു ചിലപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി തരുന്നു. അൽഹംദുലില്ലാഹ്, എനിക്ക് ആൺകുട്ടിയുമുണ്ട് പെൺകുട്ടിയുണ്ട്, സന്തോഷം. എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താന സൗഭാഗ്യം നിഷേധിക്കുന്നു, അവർക്ക് മക്കളെ കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ പടച്ചവൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ ഭൂമിയിൽ പിന്നെ ഒരു ശക്തിക്കും അങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകൻ അല്ലാഹുവിനോട് ആശ കൈവടിയാതെ നിരന്തരമായി ദുആ ചെയ്ത് അവസാനം അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. അല്ലാഹു അവനാണ് സർവസ്തുതി. എന്തിനാ ഞാനിങ്ങനെ സർവസ്തുതിയും അവൻ അർപ്പിക്കുന്നതെന്ന് അറിയുമോ? കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലാത്ത എന്റെ പ്രായത്തിൽ അസാധ്യമെന്ന് ലോകം വിധി എഴുതിയിരുന്ന ഒരു സംഗതിയെ അള്ളാഹു എനിക്ക് സന്തോഷത്തോടു കൂടി സമ്മാനമായി തന്നു. വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. ഒന്ന് ചോദിച്ചപ്പോൾ ഒന്നിന് പകരം രണ്ടിനെ തന്നു എന്റെ റബ്ബ്. ആ റബ്ബ്, പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മൾ മാതാവും പിതാവുമാണെങ്കിൽ നമ്മുടെ മടിയിൽ വളരുന്ന മക്കളെ സംബന്ധിച്ചിട്ട് എപ്പോഴും നമുക്ക് മതിപ്പുണ്ടാകണം. ഇത് നമ്മുടെ രക്ഷിതാവ് കനിഞ്ഞരുളിയ വരദാനമാണ്, അവന്റെ അനുഗ്രഹമാണ്, നിഅമത്താണ്. അഥവാ നമ്മൾ ആദ്യമായി ഈ നിഅമത്ത് ബോധ്യപ്പെട്ടാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിഅമത്ത് ഒരു അമാനത്താണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും കിട്ടുന്നതല്ല. അങ്ങനെ കിട്ടിയ ഏതെങ്കിലും സൗഭാഗ്യശാലികളായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ, അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ നിഅമത്തിനെ അങ്ങേയറ്റം വിലമതിക്കണം. അത് ഒരു അമാനത്ത് കൂടിയാണ്, നമ്മുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ്. കാരണം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര
ഭൂമിയിൽ പിറന്നു വീഴുന്ന സർവ്വ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് പിറക്കുന്നത്. ശുദ്ധ പ്രകൃതിയോടുകൂടി കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആണ്, വൃത്തിയുള്ളതാണ്, ശുദ്ധമാണ്, കറ പുരളാത്തതാണ്. അവർക്ക് നന്മയല്ലാത്ത നല്ലതല്ലാത്തതൊന്നും അവർക്കറിയാത്ത രൂപത്തിലും പ്രകൃതത്തിലുമാണ് ഭൂമിയിൽ അവർ പിറന്നു വീഴുന്നത്. പിന്നെ ആ കുഞ്ഞ് പിറക്കുന്നത് ഏത് കുടുംബത്തിലാണോ, ഏത് മടിയിലാണോ, ഏത് സാഹചര്യത്തിലാണോ, മാഹോലിലാണോ, അന്തരീക്ഷത്തിലാണോ, ആ അന്തരീക്ഷമാണ് അവനെ മോശക്കാരനാക്കി മാറ്റുന്നത്. അവന്റെ ഉമ്മവാപ്പന്മാരാണ്, രക്ഷിതാക്കളാണ്. യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി എന്ന് പറഞ്ഞു. അവനെ ഒന്നെങ്കിൽ യഹൂദിയാക്കി മാറ്റുന്നു, നസ്രാനിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ മജൂസിയാക്കി മാറ്റുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, അവനെ ജൂതനാക്കുന്നു, ക്രിസ്ത്യാനിയാക്കുന്നു, കുടിയനാക്കുന്നു, മുടിയനാക്കുന്നു, പിടിയനാക്കുന്നു, മടിയനാക്കുന്നു. ഇതൊക്കെ അവൻ വളരുന്ന സാഹചര്യമാണ്, അന്തരീക്ഷമാണ്, കുടുംബമാണ്. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളാണ് അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുക. ഉത്തരവാദിത്വം അവർക്കാണ് എന്ന് ശക്തമായ നിലയിൽ ശരീഅത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 7 വയസ്സാകുമ്പോൾ അവനോട് നിസ്കരിക്കണം എന്ന് നമ്മൾ കൽപ്പിക്കാനാണ് ഖുർആനും ഹദീസും ശരീഅത്തും നമുക്ക് ബോധനം നൽകിയത്. 7 വയസ്സാകുമ്പോൾ അവനോട് നിസ്കരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം, കൽപ്പിക്കണം. കൽപ്പിക്കാന്ന് പറഞ്ഞാൽ സുബഹിക്ക് എഴുന്നേൽക്കാതെ പുതപ്പിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഉപ്പയും ഉമ്മയും പുതപ്പിങ്ങനെ മാറ്റിയിട്ട് എണീക്കടാ, നിസ്കരിക്കടാ, പള്ളിയിൽ പോടാ എന്നൊന്നും പറയാനല്ല. അവനോട് 7 വയസ്സ് പ്രായമാകുമ്പോൾ നമസ്കരിക്കാനുള്ള ആശയും ആവേശവും ഉണ്ടാകുന്ന തരത്തിൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും വേണം. 7 വയസ്സാകുന്നത് വരെ കാത്തു നിൽക്കണമെന്നതിന് അർത്ഥമൊന്നുമില്ല. 7 വയസ്സാകുന്നത് വരെ അതിന് കാത്തു നിൽക്കണമെന്ന് അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, ഫിത്രത്തോടുകൂടി മനുഷ്യൻ ഭൂമിയിൽ പിറക്കുന്നു എന്ന് പറഞ്ഞതിനെ പണ്ഡിത സമൂഹം വിശദീകരിച്ചപ്പോൾ ഒരു കുഞ്ഞ് പിറന്നാൽ ആദ്യത്തെ 10 മാസക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ആദ്യത്തെ 10 മാസക്കാലം പിറന്നു വീണ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 10 മാസക്കാലം സുബഹി നമസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കുന്നതിന് അല്പം മുമ്പ് എല്ലാ കുഞ്ഞുങ്ങളും ഉണരുന്ന ഒരു ശീലമുണ്ടാകും. അവരുണരും, കരയും, ഒച്ച വെക്കും, ബഹളം വെക്കും. എല്ലാ കുഞ്ഞുങ്ങളും 10 മാസം വരെ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കും. എന്ന് മാത്രമല്ല, കുറച്ചുകൂടി സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് പണ്ഡിത വിഭാഗം ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിനേക്കാൾ കുറച്ചും കൂടി അത്ഭുതകരമായി നമുക്ക് കാണുന്ന ഒരു വസ്തുതയുണ്ട്. ഗർഭിണികളായ സ്ത്രീകളെ പരിശോധിച്ചാൽ കുഞ്ഞ് അവരുടെ ഉദരത്തിൽ റൂഹ് ഊതപ്പെട്ടതിന് ശേഷം തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ ഗർഭിണികൾ കണ്ണു തുറക്കും, ഉറക്കം നഷ്ടപ്പെടും, അവർ എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ ക്ഷീണമാണ്, വിശപ്പാണ്, അല്ലെങ്കിൽ ഒപ്രാളമാണ്, വയ്യായ്മയാണ് എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നുമല്ല. ഇവളുടെ ഉദരത്തിൽ പറക്കാൻ പോകുന്ന കുഞ്ഞിനെ പടച്ചവനായ റബ്ബ് അവനൊരു പ്രകൃതം സൃഷ്ടിച്ചിട്ടുണ്ട്, അവനൊരു ഫിത്രത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഫിത്രത്തിന്റെ ഭാഗമായി പ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ ഫജ്ർ സാദിഖിന്റെ നേരമാകുന്നതിന് മുമ്പ് അവനെയും പേറി നടക്കുന്ന പെണ്ണിനെ പോലും ഉണർത്തുന്നു എന്നതാണ് വസ്തുത. 10 മാസക്കാലം വരെയും കുഞ്ഞുണരും, എഴുന്നേൽക്കും, ആ കുഞ്ഞ് കരയും. ഉമ്മയ്ക്കും വാപ്പയ്ക്കും അതൊരു ശല്യമായി മാറുമ്പോൾ ചിലപ്പോൾ അവരെ അനുനയിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ട് പാല് കൊടുത്ത് എങ്ങനെങ്കിലും ഒക്കെ തട്ടിയും മുട്ടിയും കൊണ്ട് നടന്നും വാവാ വാവാ പാടിയിട്ടും ഒക്കെ അങ്ങ് ഉറക്കും. 10 മാസക്കാലം വരെ ആ കുഞ്ഞിനെ അവന്റെ ഉമ്മയും വാപ്പയും നിർബന്ധിച്ചുറക്കും. പിന്നെയോ 10 മാസത്തിന് ശേഷം 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി, 7 വയസ്സായി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ട സമയമാകുമ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ സുബഹിക്ക് വിളിച്ചുവിടാൻ വേണ്ടിയിട്ട് കുറെ മെനക്കേണ്ടി വരും. എന്താ കാരണം? 10 മാസം വരെ ഇവന്റെ പ്രകൃതത്തിൽ പടച്ചവൻ ട്രോൺ ചെയ്ത് വെച്ചിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നിലനിർത്തിയില്ല. അതിനെ തുടർച്ചയായ നിലയിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, ഉമ്മ ആരാണ്, വാപ്പ ആരാണ്, അവന്റെ കുടുംബം ഏതാണ്, കുടുംബ സാഹചര്യം ഏതാണ്, ഒരു കുഞ്ഞ് സ്വർഗവാസിയാകുന്നതും നരകവാസിയാകുന്നതും, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ദുർനടപടിക്കാരനാകുന്നതും നല്ല നടപടിക്കാരനാകുന്നതും ഈ കാണുന്ന കുടുംബ സാഹചര്യത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടായിരിക്കും. അവസ്ഥയ്ക്കനുസരിച്ച്, അത് യാതൊരു സംശയവും വേണ്ട. ഖുർആന്റെയും ഹദീസിന്റെയും വ്യക്തമായ പിൻബലത്തോടുകൂടി നമുക്ക് ശക്തമായി അത് ബോധ്യപ്പെടുകയും പറയാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് മാതാവിന്റെ മടിയിലാണ് മക്കൾ വളരുന്നത് എന്ന സത്യം മറക്കാതിരിക്കുക.
മാതാവിന്റെ മടിയിലാണ് മക്കൾ വളരുന്നത് എന്ന് മറക്കാതിരിക്കുക എന്ന് നമ്മുടെ സഹോദരിമാരെ സംബോധന ചെയ്ത് പറഞ്ഞിട്ട് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈ കഴുകാമെന്ന് ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക. വാപ്പമാരുടെയും ഉമ്മമാരുടെയും ഒരുമിച്ചുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ഓരോ മകന്റെയും വളർച്ചയിലുണ്ട്, ഓരോ മകളുടെയും വളർച്ചയിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് 45 ദിവസത്തിൽ ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് ചോദിക്കാറില്ലേ? 45 ദിവസത്തിൽ BCG കൊടുക്കണം, ഇഞ്ചക്ഷൻ കൊടുക്കണം, പോളിയോ ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പലരും പറയാറില്ലേ? 45 ദിവസത്തിൽ ഒന്ന് കൊടുക്കണം, 3 മാസത്തിൽ പിന്നെ ഒന്ന് കൊടുക്കണം, ഇങ്ങനെ കുറെ മാസങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് പ്രോട്ടീൻ കുറവാണെങ്കിൽ, പോഷകാഹാരത്തിന്റെ കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായ നിലയിൽ നമ്മൾ പീഡിയാട്രിഷ്യനെ കാണിക്കാറില്ലേ? നമ്മൾ ഡോക്ടർമാരെ സമീപിക്കാറില്ലേ? അവർക്ക് ആവശ്യമായ ആഹാരങ്ങളും ഔഷധങ്ങളും നൽകാറില്ലേ? അഥവാ ഒരു മാതാവോ പിതാവോ അശ്രദ്ധയുടെ പേരിൽ ഒരു കുഞ്ഞിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചിട്ട് എന്താ പറയാ? കണ്ണിച്ചോരയില്ലാത്ത ഉമ്മയും ബാപ്പയും, സ്വന്തം സുഖവും സന്തോഷവും മാത്രം നോക്കി ജീവിക്കുന്ന ഒരു പുതിയ ഉമ്മയും ബാപ്പയും, മക്കളെ നോക്കാത്തവര്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാത്തവര്. രോഗങ്ങൾ വന്നു പോകുമ്പോൾ പോലും ചിലപ്പോൾ ആളുകൾ അറിയാതെ പഴിച്ചു പോകും. അന്നേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളോട് ശ്രദ്ധിക്കാറേ ഇല്ല, ഈ കുഞ്ഞുങ്ങളെ നോക്കാറേ ഇല്ല, കാണിക്കേണ്ട സമയത്തൊന്നും കാണിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അത് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുമല്ലോ. സമയമാകുമ്പോൾ കുഞ്ഞിന് ഔഷധത്തിന് ഔഷധം കൊടുക്കണം, ആഹാരത്തിന് ആഹാരം കൊടുക്കണം, കാണിക്കേണ്ടിടത്ത് കൊണ്ടുപോയി കാണിക്കണം. അതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ ഹാനികരമായ അവസ്ഥകൾ ഉണ്ടാകും, ആരോഗ്യത്തിൽ അപകടകരമായ അവസ്ഥകൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളുടെ കൃത്യമായ വളർച്ചയിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അവർക്ക് നൽകേണ്ട ചില തർബിയത്തുകളുണ്ട്. ആ തർബിയത്തുകൾ മാതാവും പിതാവും കൊടുത്തു വളർത്തണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ ഉസ്താദ് പരിചയപ്പെടുത്തിയതുപോലെ 4 വയസ്സാകുമ്പോൾ ദീനിയാത്ത് മദ്രസ പോലെയുള്ള മദാരിസുകളിൽ കൊണ്ടുപോയി നമ്മുടെ മക്കളെ ആക്കണമെന്ന് പറയുമ്പോൾ 4 വയസ്സിലോ മറ്റോ നമ്മൾ അപ്രകാരം ഒരു മദ്രസയിലോ മസ്ജിദിലോ നമ്മുടെ പ്രിയപ്പെട്ട സന്തതിയെ കൊണ്ടാക്കുമ്പോൾ ആ കുഞ്ഞ് അതുവരെയും കിടന്നുറങ്ങിയ ഉമ്മയോടൊപ്പം ചിലതൊക്കെ ശീലിച്ചിരിക്കണം. അതുവരെയും മുല കുടിച്ചിരുന്ന മാർവിടത്തിൽ നിന്നും അവൻ ചിലതൊക്കെ ആർജിച്ചെടുത്തിരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാം. നമ്മൾ സാധാരണ പറയാറില്ലേ, മൈസൂർ സിംഹം എന്ന പേരിൽ ലോകപ്രസിദ്ധനായ ഇന്ത്യയുടെ മഹാചക്രവർത്തി ഉണ്ടായിരുന്നു, ടിപ്പു സുൽത്താൻ എന്ന പേരിൽ. ഷേറെ മൈസൂർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടാറുള്ളത്. ഷേറെ മൈസൂർ, മൈസൂർ രാജ്യത്തിന്റെ, മൈസൂർ ആസ്ഥാനമായി നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ അടക്കി ഭരിച്ചിരുന്ന, ചോദ്യം ചെയ്യാത്ത ചക്രവർത്തി, മഹാനായ ധീരനായ ഒരു ചക്രവർത്തി ടിപ്പു. അദ്ദേഹത്തിന്റെ ഉമ്മ ഫാത്തിമയാണ്, ബാപ്പ ഹൈദരലിയാണ്. ഒരു ദിവസം ആ മൈസൂരിന്റെ രാജാവായി വാണിലിരുന്ന ഹൈദരലി വൈകുന്നേരം സന്തോഷവാനായി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആഹ്ലാദത്തോടുകൂടി, എങ്ങനെയാണല്ലോ ഇപ്പം നമ്മുടെ മക്കൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ എന്തെങ്കിലും ഒരു വിജയം കിട്ടിയാൽ ഉമ്മക്കും ബാപ്പാക്കും അങ്ങേയറ്റത്ത് സന്തോഷം ആഹ്ലാദം ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഹൈദരലി വീട്ടിലേക്ക് ഓടി വന്നിട്ട്, ഫാത്തിമ നീ അറിഞ്ഞില്ലേ? എന്താണോ മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. മൈസൂർ പട്ടണം മുഴുവനും നമ്മുടെ മകന്റെ പേര് വാനോളം പുകഴ്ത്തപ്പെടുന്നു. എന്താണെന്ന് അറിഞ്ഞില്ലേ നീ? ഇല്ല, അറിഞ്ഞില്ല. മൈസൂർ പട്ടണത്തിൽ ഒരു കടുവ ഇറങ്ങി, ഒരു കടുവ. ആളുകളൊക്കെ, ആൾത്തിരക്കുള്ള പട്ടണത്തിന്റെ നടുവിലൂടെ കടുവ ഓടി നടന്ന് ആളുകളെ ഒക്കെ പിടിച്ച് കടിക്കാനും കൊല്ലാനും ശ്രമിച്ചു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഈ കടുവയെ നേരിടാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. നീ അറിയോ, നമ്മളുടെ പ്രിയപ്പെട്ട മകൻ, 18 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മളുടെ മോൻ സ്വന്തമായ നിലയിൽ ആ കടുവയുടെ മുന്നിലേക്ക് എടുത്തു ചാടി കടുവയുമായി നേർക്കുനേരെ മൽപ്പിടുത്തം നടത്തി, നൊന്നയുദ്ധം നടത്തി. അവസാനം നമ്മളുടെ മകൻ കടുവയുടെ 2 വായുകൾ ഇങ്ങനെ പിടിച്ചിട്ട് 2 പിളർപ്പായി കടുവയെ പിളർത്തി കളഞ്ഞു, 2 കഷ്ണമാക്കി, പീസാക്കി. അത് ഉസ്താദ് പ്രസംഗിക്കുന്ന കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഒറിജിനലായ നിലയിൽ നമ്മുടെ രാജ്യം സാക്ഷി നിൽക്കുകയും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലെയുള്ള രേഖകളിൽ ഇന്നും ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന സത്യമാണത്. നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ലേ? അതിൽ ഒരു എംബ്ലം ഉണ്ട്. ആ എംബ്ലത്തിൽ ഒരു ചെറുപ്പക്കാരൻ കുട്ടി
ഒരു കടുവയെ അതിന്റെ വായ പിടിച്ച് ഇങ്ങനെ 2 പീസാക്കി പിളർത്തുന്നതിന്റെ ഫോട്ടോയാണ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തെ നാണയം. കാരണം ഒരു ചെറുപ്പക്കാരനായ, ഒരു പൗരനായ, ഒരു ചെറിയ കുമാരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച ആ ഉന്നതമായ ധൈര്യത്തെ ലോകം അംഗീകരിച്ചു. ഈ നാണയം ഇന്നും ബ്രിട്ടീഷുകാർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അവരുടെ മ്യൂസിയത്തിൽ. എന്തുകൊണ്ടാണ് ആ ധീരത എന്നും എപ്പോഴും പുകഴ്ത്തപ്പെടേണ്ടത് തന്നെയാണ്. ഭർത്താവ് വന്ന് ഭാര്യയോട് അല്ലെങ്കിൽ വാപ്പ വന്ന് ഉമ്മയോട് പറയാം, നമ്മുടെ മോനെ ആളുകളൊക്കെ ഇങ്ങനെ തോളിൽ കയറ്റിയിട്ട് ആനന്ദ നൃത്തം നടത്തുകയാണ് എന്ന് പറഞ്ഞപ്പോ ഉമ്മ അതൊരു വലിയ മൈൻഡ് ചെയ്യാത്ത പോലെ എന്ന് പറഞ്ഞോളൂ കേട്ടോ, മഹതിയാണ് അവര് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. തോന്നി. അടക്കെന്ന് പറഞ്ഞോട്ടെ, സാധാരണഗതിയിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും സന്തോഷമായിട്ട് വീട്ടിലേക്ക് കയറി വന്നിട്ട് അവർ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കും. എനിക്കതിൽ സന്തോഷമൊന്നുമില്ല, പോയി പണി നോക്കണം എന്നൊന്നും നമ്മൾ പറയുന്നു. അങ്ങനെ ഒരു പ്രകടന രീതി ഒരിക്കലും നമുക്ക് ഉണ്ടാകരുത്. ഭർത്താവ് എന്തെങ്കിലും വലിയ സന്തോഷത്തോടുകൂടി കടന്നു വന്നിട്ട് ഓ ഇതാ എന്ന് പറയുന്നത് അത് ഭയങ്കര മോശം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. മഹദി ഫാത്തിമ അങ്ങനെയല്ല പറഞ്ഞത്. അവര് പറഞ്ഞു, എനിക്ക് എന്റെ പ്രിയപ്പെട്ട പുത്രന്റെ ഈ സന്തോഷത്തിൽ, ധീരതയിൽ വലിയ ആഹ്ലാദവും അത്ഭുതമൊന്നുമില്ല. എന്താണെന്നറിയോ? ഞാൻ എന്റെ മകനെ അങ്ങനെയാണ് പോറ്റിയത്, എങ്ങനെയാണ് ഞാൻ വളർത്തിയത്. ഞാൻ അവന് മുല കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഒന്നുമില്ലാതെ എന്റെ മകന് ഞാൻ മുലയൂട്ടിയിട്ടില്ല എന്ന് ഫാത്തിമ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാരുണ്ടല്ലോ, ഒരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മടിയിൽ ഇരുത്തി മുലയൂട്ടുമ്പോൾ ആ പെണ്ണിന് ഒന്നുണ്ടാകണമെന്ന് മസലൊന്നുമില്ല, നിയമമൊന്നുമില്ല. ഒന്നുണ്ടായാലേ മുല കൊടുക്കാവുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. പക്ഷേ ഒരു പെണ്ണ് ഉമ്മയായപ്പോൾ ആ ഉമ്മയുടെ മടിയിൽ വളരുന്ന മകന്റെ ഭാവിയെ സംബന്ധിച്ചിട്ട് ഉത്തമ ബോധം വന്നപ്പോൾ ആ കുഞ്ഞിനെ നന്മയിൽ വളർത്തുന്നതിന് വേണ്ടി അത്രത്തോളം ശ്രദ്ധിച്ചു എന്നതാണ് സത്യം. അത്രത്തോളം ശ്രദ്ധിച്ചു. ആ കുഞ്ഞിനെ ഒരു നിലയിലുള്ള അനാവശ്യ ചിന്തകൾ പോലും കടന്നു വരാതിരിക്കാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായ നിലയിൽ ശ്രദ്ധിച്ചു. ആ കുഞ്ഞ് അതുകൊണ്ട് ലോകപ്രസിദ്ധനായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ പറയാറില്ലേ, മൊയ്തീമാലയിലെ വരികളൊക്കെ പാടിക്കൊണ്ട് കളവോ പറയല്ലേ എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ എന്ന് പറയാറുണ്ട്. പൊന്നു കൊടുത്തോ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നിസ്കരിക്കാൻ സമയമായതുകൊണ്ട് അവിടെ ഏത് പള്ളിയിൽ നിർത്തണം, ഒരു പള്ളിയിൽ നിർത്താൻ പോയി. അപ്പൊ എന്റെ മരുമോൻ പറഞ്ഞു, നമ്മൾ അപ്പുറത്തൊരു പള്ളിയിൽ പോകാറില്ലേ, മൊയ്തീൻ പള്ളി. ഞാൻ പറഞ്ഞ അതും മൊയ്തീൻ പള്ളിയാ, ഇതും മൊയ്തീൻ പള്ളിയാ. നമ്മൾ അപ്പുറത്ത് ഗേറ്റ് കടന്നാൽ ഇനിയും മൊയ്തീൻ പള്ളിയാ. ഈ നാട്ടിൽ ഒരുപാട് മൊയ്തീൻ പള്ളിയുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്താ കാരണം? മൊയ്തീൻ പള്ളി ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാനായ ഒരു കുഞ്ഞ്, ഒരു മഹാനായ കുട്ടി, ഒരു വിദ്യാർത്ഥി, ഒരു മകൻ അവന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ശിക്ഷണത്തിൽ വളർന്നു വലുതായപ്പോൾ, നല്ല ഉമ്മയുടെ മകനായി, നല്ല വാപ്പയുടെ മകനായി വളർന്നു വലുതായപ്പോൾ, പ്രിയപ്പെട്ടവരെ, എത്ര കൊല്ലങ്ങൾക്കെന്നല്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ണൂരിന്റെ കൊച്ചു ഭൂപ്രദേശത്ത് പോലും മുഹീദ്ദീന്റെ പേരിൽ എത്ര പള്ളികളാണ്. എന്തുകൊണ്ടാണ് ഈ മുഹീദ്ദീൻ ഇങ്ങനെ പ്രസിദ്ധനായത്? റളിയല്ലാഹു അൻഹു. മുഹീദ്ദീൻ പ്രസിദ്ധനായത് മഹദി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ് ആ കുഞ്ഞിന് ചെറുപ്പത്തിലെ കൊടുത്ത ശീലമാണ്. കളവ് പറയല്ലേ മോനെ, ആരെയും വഞ്ചിക്കരുത്, ആരോടും പകവെച്ചു പുലർത്തരുത്, ആരോടും ദുഷ്ട മനസ്സ് വെച്ച് പുലർത്തരുത്, എല്ലാവരെയും സ്നേഹിക്കണം. ഞാൻ നേരത്തെ ഇവിടുത്തെ സിലബസ് ഒക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ദീനിയാത്ത് നമ്മുടെ ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ 20 പേർക്ക് സലാം പറയണം എന്നൊരു നിയമമുണ്ട് അത്രേ. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ചിറങ്ങിയതിന്റെ അമല് പ്രകടിപ്പിക്കുന്നു എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞത് 20 പേർക്കെങ്കിലും സലാം പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ അങ്ങനെ വളർത്തും. എല്ലാരോടും ചിരിക്കും, എല്ലാരോടും നല്ല നിലയിൽ പെരുമാറും, എല്ലാവരെയും ആദരിക്കും, എല്ലാവരെയും ബഹുമാനിക്കും. ആരോടും ഒരു നിലയിലുള്ള വക്രത വേണ്ട, അസൂയ വേണ്ട, പക വേണ്ട, ദുഷ്ടമനസ്സ് വേണ്ട, ഉപദ്രവകരമായ ഒരു ചിന്താഗതിയും എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ വേണ്ട. ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെ മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഉമ്മ വിചാരിച്ചപ്പോൾ ആ ഉമ്മയുടെ മടിയിൽ വളർന്ന മകൻ ഭാവിയിൽ മഹാനായ മനുഷ്യനായി മാറി, വലിയായി മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ച എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഉസ്താദന്മാരും നബിമാരും ഒക്കെ പുരുഷന്മാരാണ് എന്ന് ചരിത്രം പറയുമ്പോഴും ഈ ഉസ്താദന്മാരുടെയും നബിമാരുടെയും ഒക്കെ പിന്നിൽ അവരാക്കി മാറ്റിയതിന്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ഉമ്മമാരായിരുന്നു, അവരുടെ മാതാക്കളായിരുന്നു. അവർക്ക് വളരാൻ വിരിച്ചു കൊടുത്ത അമ്മമാരുടെ മടിത്തട്ടായിരുന്നു അവർക്ക് ഈ പിൻബലമൊക്കെ നൽകിയത് എന്ന വസ്തുത നമ്മൾ മറക്കാതെ പോകണം.
ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവറുകൾ, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവറുകൾ പോലെയുള്ള മഹാന്മാരായ മഹാരഥന്മാരായ നമ്മളുടെ പണ്ഡിത സമൂഹം, പണ്ഡിത വിഭാഗം ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുപോയി. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുപോയി. മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അടുത്ത വീടുകളിൽ പോയി അടുക്കള പണിയെടുത്ത് മക്കൾക്ക് ഒരു നേരത്തെ അന്നം നൽകാൻ വേണ്ടി ആരാന്റെ വയ്യപ്പുറത്ത് പോയി അവിടുത്തെ അഴുക്ക് പാത്രങ്ങളൊക്കെ കഴുകി, അഴുക്ക് തുണികളൊക്കെ കഴുകി, അങ്ങനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി തർബിയത്ത് ചെയ്ത് തസ്കിയത്ത് ചെയ്ത് ഭാവിയിൽ അവര് ലോകത്തിന്റെ ഇമാമുകളായി. ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ ആരാ പ്രിയപ്പെട്ടത്? ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ആരാ റഹിമഹുല്ലാഹ്? ഈ പറയുന്ന മഹാരഥന്മാരൊക്കെ ആരാണ്? യഥാർത്ഥത്തിൽ അവരെ പോറ്റി വളർത്താൻ, അവരോടൊപ്പം നിൽക്കാൻ വാപ്പയില്ലാത്ത സാഹചര്യത്തിൽ പോലും മാതാക്കൾ ആ മക്കളുടെ തർബിയത്തിനെയും ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്തപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായി, കുഞ്ഞുങ്ങൾ വലിയവരായി. പ്രിയപ്പെട്ടവരെ, ഈ ദീനിയാത്ത് മദ്രസയിൽ പഠിക്കുന്ന നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ മഹല്ലിലെ ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളുടെ, ചെറുപ്പക്കാരുടെ കാര്യത്തിലും പുതിയ തലമുറയുടെ കാര്യത്തിലും രക്ഷിതാക്കൾക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകണം. അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകണം. ഞാൻ വീണ്ടും പറയട്ടെ, അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന മഹത്തായ ഈ നിഅമത്ത് ഒരു അമാനത്താണെന്ന് മനസ്സിലാക്കി അതിൽ അഴുക്ക് പുരളാതെ, കറ പുരളാതെ, അത് അങ്ങുമിങ്ങും തട്ടിമുട്ടിയും നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ സദസ്സിനോട് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് വിനീതമായി എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. അതിനെന്ത് വേണം? അതിന് നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ നല്ല മാതൃകകളായി ജീവിക്കണം എന്നാണ്. والذين يقولون ربنا هب لنا من أزواجنا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين. പടച്ചോനെ, നീ ഞങ്ങളുടെ മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, അഥവാ ഞങ്ങളുടെ കുടുംബത്തിലൂടെ ഞങ്ങളുടെ കണ്ണിന് നീ കുളിർമ തരണമേ എന്ന് ദ്വാരക്കാൻ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ദ്വാ ചെയ്യണം. ദ്വാ വളരെ അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില ദുആക്കൾ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയൂല. ചില ദുആക്കൾ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയൂല. അതിൽ ഏറ്റവും പ്രധാനമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാപ്പ അല്ലെങ്കിൽ ഉമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തള്ളിക്കളയേ ചെയ്യില്ല. നമ്മൾ രാത്രിയിൽ എഴുന്നേൽക്കുമല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുമല്ലോ. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം നേരത്തെ സക്കരിയ അലൈഹിസ്സലാം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആശ ആരും കേൾക്കാതെ ഒറ്റയ്ക്ക് തന്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചതുപോലെ, എന്റെ മകനെ നീ സാലിഹാക്കണേ, എന്റെ മകനെ നീ നേരെ നയിക്കണേ, എന്റെ മകനിൽ നീ നന്മ വളർത്തണേ, എന്റെ മകന്റെ സ്വഭാവം നന്നാക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യണം. ദുആ ചെയ്യുന്ന ഒരു പതിവുണ്ടാക്കണം. ദുആ വളരെ അത്യാവശ്യമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി. നമ്മൾ എന്തിനാ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു വളർത്തുന്നതെന്ന് ചോദിച്ചാൽ ഒന്നിനുമല്ല, നാളെ ഞാൻ എണീക്കാൻ കഴിയാതെ ഏതെങ്കിലും മാറാവ്യാധിയിലും മാരക രോഗത്തിലും അടിമപ്പെട്ട് കിടന്നുപോയാൽ എന്റെ അരികിലിരുന്ന് എന്റെ കൈയൊന്ന് അമർത്തി തടകാൻ, എന്റെ കൈകാലുകളൊന്ന് അമർത്തി തടകാൻ, ഒന്നുമല്ലെങ്കിലും എണീക്കാനും തിരിയാനും മറിയാനും ഒന്നും കഴിയാതെ കഷ്ടപ്പെടുന്ന എന്റെ മുമ്പിലിരുന്ന്, ഞാൻ ഉമ്മയാണ്, ഞാൻ ഉപ്പയാണ്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അരികിലിരുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അല്ലെ? ഞാൻ കിടക്കുമ്പോൾ, ഞാൻ ഷിയാവലംബയാകുമ്പോൾ, ഞാൻ എണീച്ച് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മക്കള് എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, അടുത്തിരിക്കുക, ഒന്ന് തടയിത്തില്ല, കോട്ടുപ്പ കോട്ടുമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പം തന്നെ ഉണ്ട്, ബേജാറാകണ്ട എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മദ്രസയിൽ എന്തിനയക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നാളെ പിറ്റേന്നൊരു പക്ഷേ ഞാൻ കടന്നുപോയാൽ എന്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കണം, എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനങ്ങളും ഖിദ്മത്തുകളും ചെയ്യാൻ എന്റെ മക്കൾക്ക് സന്മനസ്സുണ്ടാകണം. അതിന്റെയും അപ്പുറത്തേക്ക് ഞാൻ ഒരു പക്ഷേ മരിച്ചുപോയാൽ, എന്റെ ജീവൻ പോയാൽ, അതോടെ തീർന്നില്ലേ നമ്മുടെ ഈ കളികളൊക്കെ?
ഇന്നിപ്പോ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു അത്ഭുത സംഭവമൊന്നും അല്ലല്ലോ, ഒരുപാട് ദൂരത്തുള്ള ഏതോ ഒരു സംഗതിയൊന്നും അല്ലല്ലോ. പ്രായഭേദമന്യേ നമ്മളുടെ സമൂഹത്തിൽ മരണം വ്യാപിക്കുകയും വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മരണത്തെ കുറിച്ചിട്ട് ഞാൻ സാധാരണഗതിയിൽ പണ്ടൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ അധികവും മരണത്തെ കുറിച്ചിട്ടാണ് പ്രസംഗിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ സിറ്റി ജുമാഅത്ത് പള്ളിയിൽ നിരന്തരമായി ഖുതുബ ഓതുമ്പോൾ ചില സഹോദരങ്ങളൊക്കെ എന്നെ പരിചയപ്പെടുത്താൻ കരയിപ്പിക്കുന്ന ഉസ്താദ് എന്നാണ്, കരയിപ്പിക്കുന്ന ഉസ്താദ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്റെ പ്രസംഗത്തിൽ അങ്ങനെ ഞാൻ അധികം മരണത്തെ കുറിച്ചൊന്നും പറയാറില്ല. കാരണം എന്താ അറിയാവോ, മരണത്തെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നിരന്തരമായ നിലയിൽ വ്യത്യസ്തങ്ങളായ അത്ഭുതകരമായ മരണങ്ങൾ കണ്ട് 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 പറയുന്ന എന്നെക്കാൾ കൂടുതൽ കേൾക്കാനിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് മുരടിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. മരണത്തിന് ഒരു വിലയും നിലയില്ലാതെയായി. ഇന്നലെ അസ്ര നിസ്കാരത്തിന് തൊട്ട് മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ ഇവിടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഇന്നാലില്ലാഹി വഇന്നാ. പിന്നെ അയാൾ മയ്യത്തൊന്ന് എടുത്തിട്ട് അങ്ങോട്ട് വന്നോട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്റെ ബെഡിൽ ഉച്ചയ്ക്ക് ശേഷം ലേശം ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. കിടന്നിടത്തുനിന്ന് പെട്ടെന്ന് ഫോൺ മുതൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിക്കാം, മയ്യത്തും കൊണ്ടുവന്ന് അങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരാം. അതെ, അവിടെ വന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് നിസ്കരിച്ചിട്ട് പിന്നെ മൂപ്പർക്ക് കുറുമാത്തൂരേക്ക് കൊണ്ടുപോകണം. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു ദുനിയാവറട്ടെ. വല്ലാതെ വേദനയായിപ്പോയി. സത്യത്തിൽ മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളുടെ സാഹചര്യം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരണം എന്ന് പറഞ്ഞാൽ പ്രായത്തിന്റെ വ്യത്യാസങ്ങളൊന്നുമില്ല, രോഗം വേണമെന്നൊന്നുമില്ല, എല്ലാവരും. എന്റെ മോന് നിസ്കാരം കഴിഞ്ഞപ്പോ എന്റെ ചെറിയ മോനോട് ചോദിച്ചു, ഇത് അങ്ങനെ പെട്ടെന്ന് മരിച്ചതാണല്ലേ? പെട്ടെന്ന് മരിച്ചു മോനാടാ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചതല്ല, ഞാനും നീയൊക്കെ പെട്ടെന്നാ മരിക്കുക, അല്ലാതെ മുൻകൂട്ടിട്ട് നമ്മളോട് പറഞ്ഞിട്ടൊന്നും മരണം വരാറൊന്നുമില്ല. നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ പറയാ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചതാണ്. പെട്ടെന്ന്, അതെ, അദ്ദേഹം പെട്ടെന്ന് മരിച്ചതല്ല, അദ്ദേഹത്തെ പോലെ നമ്മളും ഒക്കെ പെട്ടെന്ന് മരിക്കേണ്ടവരാണ്. മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ട് എപ്പോഴും എവിടെ വെച്ചാണോ ഒരു ചാൻസ് കിട്ടുക അന്നേരം അമർത്തി പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സംഗതിക്കാ പ്രിയപ്പെട്ടവരെ മരണം എന്ന് പറയുന്നത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ആഫിയത്ത് തരുമാറാകട്ടെ, ദീർഘായുസ് തരുമാറാകട്ടെ. ഏതെങ്കിലും വേളയിൽ ഞാൻ അങ്ങനെ മരണത്തിന് വിധേയനായി പോയാൽ, മലർന്നു കിടക്കുന്ന, ഒന്നും ചെയ്യാൻ കഴിയാത്ത, ശബ്ദിക്കാൻ കഴിയാത്ത, ഓതാൻ കഴിയാത്ത, അങ്ങനെയാണല്ലോ ഓതാൻ ഇതുവരെയും ഓതണേ ഓതണേ എന്ന് പറഞ്ഞപ്പോൾ ആട്ടെ വരട്ടെ പോട്ടെ എന്നൊക്കെ വിചാരിച്ച്, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഷാബാൻ, റജബല്ലേ ആയുള്ളൂ, ഷാബാൻ ആകട്ടെ റമദാൻ ആകട്ടെ ഓതാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ മരണം നമ്മളെ അടിമപ്പെടുത്തിയപ്പോൾ മൂക്കിലും മറ്റു ദ്വാരങ്ങളിലും ഒക്കെ പഞ്ഞി നിറച്ചിട്ട് ഇനി ശ്വസിക്കാൻ പോലും അനുവാദം തരാതെ, മിണ്ടാൻ അനുവാദം തരാതെ, നാവനക്കാൻ അനുവാദം തരാതെ നമ്മുടെ താടിയല്ലുകൾ മൊത്തം ചേർത്തുനിന്ന് മുറുക്കി കെട്ടിയിട്ട് അങ്ങനെ മലർന്നു കിടക്കുമ്പോൾ അവിടെ കടന്നുകൊണ്ട് അവൻ ചിന്തിക്കുന്നതിനെ പടച്ചവൻ പറയാണ്, നിസ്കരിക്കേണ്ട സമയത്തൊന്നും നിസ്കരിച്ചില്ല, സദഖ സക്കാത്തുകളും മറ്റു നന്മകളും ഒക്കെ ചെയ്യാൻ അവസരമുണ്ടായിരുന്നപ്പോഴൊന്നും ഒന്നും ചെയ്തില്ല. എന്തെങ്കിലുമൊക്കെ നന്മകളെ കുറിച്ചിട്ട് ആരെങ്കിലും നിന്നെ ഉപദേശിക്കുകയോ ഓർമ്മപ്പെടുത്തുകയോ ചെയ്തപ്പോഴൊക്കെ നീ ഒരുതരം ധാർഷ്ട്യത പ്രകടിപ്പിക്കുകയായിരുന്നു, പിന്തിരിഞ്ഞ് നടക്കുകയായിരുന്നു, ധിക്കാരമായിരുന്നു. അള്ളാഹു നമ്മുടെ പുതിയ തലമുറയൊക്കെ നേർവഴിയിൽ നയിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ തലമുറയുടെ ഉള്ളിൽ ഇങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. നമുക്ക് അവരെ ഉപദേശിക്കാൻ കഴിയില്ല, നമുക്ക് അവരോട് നന്മ പറയാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ 2 ഖുതുബകൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, 2 ഖുതുബകൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ഡ്രൈവിംഗ് ഇസ്ലാമികമാക്കണം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നടത്തിയത്. 2 ഖുതുബ. തഖ്വ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗിലും ഉണ്ട് എന്നതായിരുന്നു എന്റെ വിഷയം. ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി എന്ന് നമ്മൾ പ്രസംഗിക്കാറില്ലേ? ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്യുക എന്ന ഈ ആഹ്വാനത്തിന്റെ അർത്ഥത്തിൽ പ്രിയപ്പെട്ട സമുദായത്തിലെ ഡ്രൈവർമാരെ, നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ തഖ്വ ചെയ്യണമേ എന്ന അർത്ഥമുണ്ട്. സൂക്ഷിക്കണേ, പേടിക്കണേ, പടച്ചവൻ അടിമപ്പെടണേ. അങ്ങനെ അമിതമായ വേഗത പാടില്ല, അഹങ്കാരം പാടില്ല, നിയമലംഘനം പാടില്ല, ആരാന്റെ മേത്ത് പാഞ്ഞു കയറാൻ പാടില്ല, ആക്സിഡന്റ് ആയി എന്ന് പറയാൻ പാടില്ല, അപകടത്തിൽപ്പെട്ടു എന്ന് പറയാൻ പാടില്ല. അറിഞ്ഞും കൊണ്ട് നിങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യോ കാലോ മുറിഞ്ഞാൽ നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ കുറ്റക്കാരനാകുമെന്നാണ് ഇസ്ലാമിക വിധി. അതറിയോ? നമ്മൾ സാധാരണഗതിയിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് കഅബാലയത്തെ തവാഫ് ചെയ്യുകയും അതിനുശേഷം ഹജറുൽ അസ്വദിൽ മുത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലെ? ഹജറുൽ അസ്വദ് മുത്തുന്ന ഭയങ്കര പുണ്യല്ലേ?
ഹജറുൽ അസ്വദിൽ മുത്തുന്നത് ഭയങ്കര പുണ്യമാണ്, ഭയങ്കര നന്മയാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും പോകുന്ന നമ്മുടെ സഹോദരന്മാർക്ക് ഹജറുൽ അസ്വദ് മുത്താനൊന്നും അവസരം ഉണ്ടാവുകയില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അത് അൽഹംദുലില്ലാഹ് ആവോളം ആസ്വദിച്ചിട്ടുണ്ട്. ഹജറുൽ അസ്വദിൽ മുത്തുന്നത് നല്ല കാര്യമാണ്, സുന്നത്താണ്. പക്ഷേ നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവും, കിതാബുകളുടെ വരികളിൽ വ്യക്തമായ നിലയിൽ അടിവരയിട്ടുകൊണ്ട് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഹജറുൽ അസ്വദിൽ മുത്തുന്നത് നല്ല കാര്യമാണ്, സുന്നത്താണ്. പക്ഷേ ഒരാളെയും നീ ഉപദ്രവിക്കാതെയും നീ ഒരാളുടെയും ഉപദ്രവം ഏൽക്കാതെയും ആകണം എന്നൊരു വ്യക്തമായ ഷർത്തുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹജറുൽ അസ്വദ് മുത്തുന്നതാണെങ്കിൽ പോലും അത് മുത്താനുള്ള വ്യഗ്രതയിൽ വേറൊരുത്തന്റെ മാറിൽ നമ്മൾ ഇടിക്കരുത്, കുത്തരുത്, തല കൊണ്ട് മുട്ടരുത്. വേറൊരുത്തനെ ഇടിച്ചിട്ടും കുത്തിയിട്ടും അങ്ങോട്ട് പോയി മുത്തുന്നതിന് പുണ്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, മറ്റൊരാളുടെ കുത്തും അടിയും ഒന്നും നീ ഏൽക്കുകയും ചെയ്യരുത്. അങ്ങനെ നീ നിന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊള്ളണമെന്നാണ് ശരീഅത്ത് പറയുന്നത്. പരിശുദ്ധ ശരീഅത്ത് അങ്ങനെയാണ്, പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് നീ നിന്റെ അഹങ്കാരത്തിന്റെ പേരിൽ, ധാർഷ്ട്യത്തിന്റെ പേരിൽ വാഹനം ഓടിക്കുമ്പോൾ ആരാന്റെ മേത്ത് കുത്തിയാൽ അതിന് പോലീസ് കേസുണ്ട്, ക്ലെയിം ചെയ്യാൻ കഴിയും, ഇൻഷുറൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ന്യായം പറഞ്ഞാലും പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരനാണ്. അതുപോലെ നീ പോയി അന്തം വിട്ട ഓട്ടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ട് നിന്റെ കയ്യോ കാലോ മറ്റോ മുറിഞ്ഞു പോയാൽ ആ മുറിഞ്ഞതിന്റെ പേരിൽ പടച്ചവന്റെ മുമ്പിൽ നീ ശിക്ഷിക്കപ്പെടും, കുറ്റക്കാരനാകും. അങ്ങനെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അങ്ങനെയാണ്. അറിഞ്ഞും കൊണ്ട് ഒരിക്കലും അഹങ്കാരത്തിന്റെ പേരിലോ അതിര് കവിയലിന്റെ പേരിലോ അപകടത്തിൽപ്പെടുക എന്ന് പറയുന്നത് പാടില്ലാത്തതാണ്, അല്ലാഹു അനുവദിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനത് പറഞ്ഞത്? രണ്ട്, ഈ പറയുന്ന തരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട്, പുതിയ തലമുറയോട് ഡ്രൈവിംഗിൽ നിങ്ങൾ തഖ്വ ചെയ്യണമേ എന്ന് പ്രസംഗിച്ചു. എന്തുകൊണ്ടാണ് അപ്രകാരം പ്രസംഗിക്കണമെന്ന് എനിക്ക് തോന്നിയെന്നറിയോ? നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ വർദ്ധിച്ചു വരണം. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ വഴിയെ പോയ സാധുക്കളുടെ മേത്തേക്ക് ഇങ്ങനെ വാഹനം ഇടിച്ചു കയറുക. ഇന്ന് ഞങ്ങളുടെ മദ്രസയുടെ പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു, പാവം നല്ല മനുഷ്യൻ, അദ്ദേഹം നിസ്കരിച്ചിട്ട് പള്ളിയിൽ നടന്നു വരിക. ഒരു പറ്റം ആളുകൾ അവരുടെ വാഹനം അതിവേഗതയിൽ പായിച്ചു കൊണ്ടുവന്ന സാധുവിന്റെ മേത്ത് കയറ്റി. അദ്ദേഹം തൽക്ഷണം അരഞ്ഞുപോയി. സംഗതി, ഈ വാഹനത്തിൽ അവര് നിരോധിത വസ്തുക്കൾ കട്ടുകടത്തുകയായിരുന്നു. കഞ്ചാവും MDMA ഒക്കെ കട്ടുകടത്തുകയാണ്. അതൊക്കെ കട്ടുകടത്തുന്ന വ്യഗ്രതയിൽ സാധുക്കളായി സൈഡിലൂടെ പോകുന്ന സാധുക്കളുടെ ജീവൻ അപഹരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം അതിനെ വളരെ ഗൗരവതരമായ നിലയിൽ കാണുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പടച്ചവനെ ഭയപ്പെടണം. പ്രിയപ്പെട്ടവരെ, പുതിയതൊരു ടൗൺ ഉണ്ടല്ലോ, ഭയങ്കര തിരക്കുള്ള ടൗൺ. ആ ടൗണിലൂടെ ഒരു ചെറുപ്പക്കാരൻ സ്കൂട്ടർ ഇങ്ങനെ ഓടിക്കൊണ്ടു പോകുന്നു. ഞാൻ എന്തുകൊണ്ട് ഞാൻ കുത്തുപോകുന്നത് നിങ്ങൾക്ക് അറിയട്ടെ. അപ്പൊ അവിടെ കച്ചവടം ചെയ്ത ഒരു സാധുവായ മനുഷ്യൻ എന്റെ അരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മോനേടാ ശ്രദ്ധിച്ചു പോകും. പെട്ടെന്ന് നിങ്ങൾ ഇവിടെ പണിയെടുത്താൽ മതി, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ ഇവിടെ പണിയെടുത്താൽ മതി, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയുടെ അവസ്ഥ ഞാൻ ഈ പറയുന്നത്, ധാർഷ്ട്യമാണ് ഞാൻ പറയുന്നത്. എന്തിന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം. എന്തിന് നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ നമ്മൾ മദ്രസയിൽ അയക്കണം എന്നതിന് മറുപടി. എന്തിന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ചിട്ടവട്ടങ്ങൾ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ചുക്കം ഭയങ്കര ആവേശം, ദേഷ്യത്തിനുണ്ട്. നിങ്ങൾ എടുത്താൽ മതി, എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. അസാധുവായ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, അദ്ദേഹം വലിയ വർത്തമാനമൊന്നും പറയാത്ത സാധുവാ. ഞാൻ മറുപടി പറഞ്ഞു, മോനെ, ഞാൻ എന്റെ പണി എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നീ ഇങ്ങനെ കച്ചാന്ന് പോയിട്ട് അവിടെ നിൽക്കുന്ന ടാങ്കറിന്റെ അടിയിലേക്ക് പോയി ഇങ്ങനെ കേറി അവിടെ മലർന്ന് വീണ് ചോര വാർന്ന് കൈയും കാലും ഒക്കെ പൊട്ടുമ്പോൾ ഈ പാവപ്പെട്ട കച്ചവടക്കാരാ ഇവനാണ് ഓടി വന്ന് നിന്നെ എടുത്ത് തോളിലിട്ടുകൊണ്ട് ഒരു ആംബുലൻസിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ കയറ്റിയിട്ട് ആശുപത്രി കൊണ്ടുപോവാം. എന്നിട്ട് എന്നെ ഫോൺ വിളിക്കും, മംഗലാപുരത്തേക്ക് പോകുന്നുണ്ട്, ഇവിടുന്ന് വച്ചൂല എന്ന് പറഞ്ഞു. മുറിഞ്ഞു വീണ ഈ കൈയും എടുത്തുകൊണ്ട്, മുറിഞ്ഞു വീണ ഈ കാലും എടുത്തുകൊണ്ട് എന്നോട് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു, സാറേ മുറിഞ്ഞ് താഴെ വീണുപോയോ? ഞാൻ പറഞ്ഞാൽ താഴെ വീണുപോയി. പിന്നെ അവരോട് തെർമോകോളിന്റെ ബോക്സ് വാങ്ങിയിട്ട് അതിനകത്ത് ഐസ് ഇട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും, നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ഞാൻ ഞെട്ടിത്തെരിച്ചിരിക്കുക. സിറ്റിക്കാരായ നിങ്ങൾ മത്സ്യബന്ധനം നടത്തിയിട്ട് മീൻ പിടിച്ചിട്ട് ആ മീൻ ഐസ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു ബോക്സ് ഇല്ലേ? ഇതുപോലെ എന്റെയും നിങ്ങളുടെയും വളർന്നു വരുന്ന മര്യാദയില്ലാത്ത, കുരുത്തം കെട്ട, അനുസരണയില്ലാത്ത, പറഞ്ഞാൽ കേൾക്കാത്ത അഹങ്കാരികളായ മക്കൾ അവരുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്ന വിലയുടെ അനന്തരഫലം എന്ന നിലയിൽ അച്ചു വീണ കൈകളുടെ കഷ്ണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അവനിതൊന്നും വിഷയമല്ല.
അവരിതൊന്നും വിഷയമല്ല. അവന്റെ മാതാവും പിതാവും അവന്റെ പേരിൽ കരഞ്ഞ്. ഞാൻ മംഗലാപുരത്ത് ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥിരം പോകാറുണ്ട്. ആശുപത്രിയുടെ 3-ാം നിലയിൽ എനിക്കൊരു പ്രത്യേക റൂമുണ്ട്. ഞാൻ ആ റൂമിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഐസിയുന്റെ മുമ്പിലൂടെയാണ്. ഐസിയുന്റെ മുമ്പിലൂടെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ അവിടെ നിന്ന് ഉറക്കം തൂങ്ങുന്നു. അയാൾ എന്നെ കണ്ടപാടെ ചാടി എഴുന്നേറ്റു. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം ചാടി എഴുന്നേറ്റ് എന്നെ കൈ പിടിച്ചു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് അദ്ദേഹം എപ്പോ വന്നു, എന്തിനു വന്നു, എന്താ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്താ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇറങ്ങി വരുന്നത് സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് എന്താ ആ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് എന്റെ ഭാര്യയാണ്. ഉസ്താദിന് തിരക്കില്ലെങ്കിൽ 1 മിനിറ്റ് എന്നെ ഒന്ന് സഹായിക്കണം, 1 മിനിറ്റ് എന്നെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് എന്താ കാര്യം? ഒന്ന് നിങ്ങൾ ഓളെ കാണാം, ഒന്ന് പറയാം. എന്ത് പറയാൻ? ഇവിടെ 127 എന്ന് പറയുന്ന റൂം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഐസിയുടെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 മാസമായി. ഇതിന്റെ ഉള്ളിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ ഒരു മകൻ ആക്സിഡന്റിൽ പെട്ടിട്ട് കോമയിൽ കിടക്കുന്നുണ്ട്. മാസം 3ആയി. ഈ 3 മാസത്തിന്റെ ഇടയിൽ റൂമിൽ പോയി ഒരല്പം ഒന്ന് വിശ്രമിക്കാൻ, ഉറങ്ങാൻ ഞാൻ എന്റെ ഭാര്യയെ നിർബന്ധിച്ചിട്ടും അവള് പോകുന്നില്ല. ഒന്ന് ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളോട് ഒന്ന് റൂമിൽ പോയി അല്പം വിശ്രമിക്കാൻ പറയൂ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ സഹോദരിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് വർത്തമാനം പറയാൻ ബുദ്ധിയില്ല. കാരണം എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, നമ്മൾ ഓരോരുത്തരെയും പോറ്റി വളർത്തിയ നമ്മളുടെ ഉമ്മമാര് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, മകൻ അവന്റെ അഹങ്കാരത്തിന്റെ പേരിൽ, അവന്റെ ധാർഷ്ട്യത്തിന്റെ പേരിൽ സ്പീഡിൽ പോവുകയും അപകടത്തിൽപ്പെടുകയും അവൻ അപകടത്തിൽപ്പെട്ട് കോമയിലായി ഇതിന്റെ ഉള്ളിൽ 3 മാസം ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുക. പക്ഷേ അവനെ പോറ്റി വളർത്തിയ, അവനെ മടിയിൽ കൊണ്ടു നടന്ന് വളർത്തിയ ഉമ്മക്കും അപ്പാക്കും ഉറങ്ങാൻ കഴിയില്ല, കിടക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വെറുതെ ഞാൻ പറയുന്ന കഥകളല്ല. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇപ്രകാരം അനുസരണയില്ലാത്ത, അദബില്ലാത്ത, മര്യാദയില്ലാത്ത, പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ദുഷിച്ച അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകും. ഞാൻ നമ്മുടെ തലമുറയെ കുറ്റപ്പെടുത്തുകയല്ല, മോശം പറയുകയല്ല, ദുഷിപ്പ് പറയുകയല്ല. പക്ഷേ വളരെ അപകടകരമായ, ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ മക്കൾ സഞ്ചരിക്കുമ്പോൾ, ഞാനിങ്ങനെ പ്രസംഗിച്ചിട്ടും നിങ്ങൾ പ്രസംഗം കേട്ടിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ കുറ്റം കൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ കുറ്റം കൊണ്ടാണ് എന്ന് പഴിചാരിയിട്ടും കൈ കഴുകാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. ഭർത്താക്കന്മാരെ ഭാര്യമാരെ കുറ്റം പറയുക, ഭാര്യമാരെ ഭർത്താക്കന്മാരെ കുറ്റം പറയുക, ഭാര്യയും ഭർത്താവും ചേർന്നുകൊണ്ട് ഉസ്താക്കന്മാരെ കുറ്റം പറയുക. അങ്ങനെയാണല്ലോ. നിങ്ങളല്ലേ നന്നാക്കേണ്ടത്, നിങ്ങളല്ലേ വാത് പറയേണ്ടത്, നിങ്ങളല്ലേ മദ്രസയിൽ പഠിപ്പിക്കേണ്ടത്. ശരിയാ, നിങ്ങളാണ് വാത് പറയേണ്ടത്, നിങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കേണ്ടത്. പക്ഷേ മദ്രസയിൽ പഠിപ്പിക്കുന്ന മക്കളിൽ നന്മ വളരണമെങ്കിൽ അവർക്ക് വളരാൻ ഉതകുന്ന ഒരു കുടുംബ സാഹചര്യം നിങ്ങളുടെ വീടുകളിൽ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ടല്ല മക്കൾ നമസ്കാരക്കാരാകുന്നത്. പിന്നെയോ അവൻ കണ്ണു തുറക്കുന്ന കൊച്ചു പ്രായത്തിൽ അവന്റെ മുമ്പിൽ മുസല്ല വിരിച്ചിട്ട് നീലക്കുപ്പായം ഇട്ടിട്ട് നിസ്കാരത്തിൽ കഴിഞ്ഞുകൂടുന്ന ഉമ്മയുടെ ആ ഫോട്ടോ, ആ ചിത്രം പതിവായ നിലയിൽ കണ്ട് അത് അവന്റെ ഹൃദയത്തിൽ പതിപ്പിക്കും. അതാ നേരത്തെ പറഞ്ഞത്, 7 വയസ്സ് വരെ കാത്തിക്കാവുന്നില്ല. തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ അത് ഒരുപക്ഷെ മലർന്നു കിടക്കുകയോ അല്ലെങ്കിൽ കമിഴ്ന്നു കിടക്കുകയോ ഇഴഞ്ഞു നടക്കുകയോ ചെയ്യുന്ന പ്രായത്തിൽ പോലും നിസ്കാരക്കുപ്പായത്തോടുകൂടി മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട് ശീലിച്ച മകൻ ഭാവിയിൽ അറിയാതെ നിസ്കരിച്ചു പോകും. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മകന്റെ മോനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് ഞാനിങ്ങനെ ചിരിച്ചു പോയി. അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് അവൻ ഇങ്ങനെ എന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. എന്റെ കയ്യിലേക്ക് ഇങ്ങനെ, ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, എന്റെ കയ്യിലേക്ക് നോക്കും. അപ്പൊ ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ കൈ നീട്ടി. അപ്പൊ അവനും ഇങ്ങനെ മെല്ലെ വെച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടി. എന്നിട്ട് അവൻ മെല്ലെ ഇടത്ത് വശത്തേക്ക് നോക്കി. അപ്പൊ അയാൾ ഇടത്ത് വശത്തിരുന്ന് അയാൾ കൈ, അപ്പൊ അവനിങ്ങനെ 2 കൈ ഇങ്ങനെ നീട്ടി ഇടത്ത് വശം. ഞാൻ അറിയാതെ നിസ്കാരത്തിൽ ചിരി വന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു, പടച്ചോനെ, ഈ കുരുന്നുകളുടെ മനസ്സ് എത്ര ശുദ്ധമാണ്. അവൻ 2 കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം അവൻ ഇങ്ങനെ ഇടത്തോട്ട് നോക്കിയപ്പോൾ അടുത്ത ആള് കൈ നോക്കിയിട്ടുണ്ട്. ഇത് 2 കൈയാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു രസത്തിന് നിങ്ങളോട് പറയാം, അവൻ ഒരു മുജാഹിദ് പള്ളിയിൽ പോയി. ഒരു മുജാഹിദ് പള്ളിയിൽ യാദൃച്ഛികമായി പോയി. അവന്റെ അടുത്തിരുന്ന ഒരാൾ ഇങ്ങനെ ആക്കി. ഞാൻ നോക്കുമ്പോൾ അടുത്ത വക്തിൽ ഇവൻ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, തമാശയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ അറിയാതെ നമ്മളെ സ്കാൻ ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങളിൽ അത് പതിപ്പിക്കുന്നുണ്ട്. അവരതുപോലെയാണ് വളരെ. അല്ലാതെ എന്റെ പ്രസംഗം അവന് എളുപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
എന്റെ പ്രസംഗത്തിന്റെ സാഹിത്യം അവന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ വിരലനക്കുന്നത് അവൻ കാണും, ഞാൻ കളവ് പറയുന്നത് അവൻ കേൾക്കും, എന്തുകൊണ്ടാണ് മക്കള് കളവ് പറയുന്നവരായത് എന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ മാതാപിതാക്കളുടെ ജീവിത രീതി കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ശീലമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് സമയമെടുത്ത് നിങ്ങളെ ഇരുത്തി നശിപ്പിക്കുന്നില്ല. എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. നമ്മുടെ മക്കൾ ആഖിറത്തിലേക്കുള്ള നമ്മളുടെ സമ്പാദ്യമാണ്. ആഖിറത്തിൽ ഉപകാരപ്പെടണമെന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രോഗശയ്യയിൽ അനങ്ങാൻ കഴിയാതെ കിടക്കുമ്പോൾ അരികിലിരുന്ന് നമുക്ക് വേണ്ടി ആശ്വസിപ്പിക്കാനും ദുആ ചെയ്യാനും നമ്മുടെ മക്കൾ ഉപകാരപ്പെടണം. മരണപ്പെട്ട് നമ്മൾ മയ്യത്തായി കിടക്കുമ്പോൾ, അതിനുശേഷം ഖബറിടങ്ങളിൽ നമ്മൾ കഴിയുമ്പോൾ ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ നമ്മുടെ ഖബറിടങ്ങളിൽ കഴിയുന്ന സമയത്ത് ഒന്ന് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് നമ്മുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ. നമ്മുടെ മക്കൾ പറയുന്നത് പോലെ വേറെ ആര് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഉപകാരപ്പെടുക. ഹൃദയം തേങ്ങിക്കൊണ്ട് പറയാൻ നമ്മുടെ മക്കളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടാണ് സാധിക്കുക? അതുകൊണ്ട് ഞാൻ ഖബറിടങ്ങളിൽ പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന വേളയിൽ എനിക്ക് വേണ്ടി കരയിലിരുന്നു കൊണ്ട് പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടാകട്ടെ, ഒരു മകളുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ മക്കളെ മദ്രസയിൽ അയച്ചിരിക്കുന്നത് എന്ന ബോധം ഓരോ മാതാവിനും പിതാവിനും ഉണ്ടാകണം. ഒന്നുകൂടി പറയട്ടെ, ഇവിടുത്തെ ഉസ്താദന്മാരുടെ വലിയ കഴിവുകളും മികവുകളും ഒക്കെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും മദ്രസ സംവിധാനത്തിന്റെ സ്ട്രക്ചറുകളും സംവിധാനങ്ങളും വളരെ നന്നായി വികസിപ്പിക്കുകയും ഒക്കെ ചെയ്താലും മാതാക്കളും പിതാക്കളും വിചാരിച്ചാലല്ലാതെ ഈ മക്കളുടെ സ്വഭാവ ശുചീകരണം നടക്കുകയില്ല. സ്വഭാവ ശുചീകരണം നടക്കണമെങ്കിൽ തീർച്ചയായും ആ മാതാപിതാക്കളുടെ ഇടപെടൽ നിർബന്ധമായും ഉണ്ടാകണം. അതുകൊണ്ട് ഓരോ മാതാവും തന്റെ മക്കൾ നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി സ്വയം നന്നാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വയം നന്നാവുക. നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അപ്രകാരം. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിരൽ ഉയർത്തിയാൽ അവൻ അതുപോലെ വിരൽ ഉയർത്തും, ഒരു വിരൽ താഴ്ത്തിയാൽ അതുപോലെ അവൻ വിരൽ താഴ്ത്തും. നമ്മൾ കളവ് പറയുന്നത് കേട്ടാൽ കുഞ്ഞുങ്ങൾ കളവ് പഠിക്കും. നമ്മൾ സത്യമേ പറയൂ എന്ന നിഷ്കർഷതയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളും സത്യം മാത്രം പറയും. സൽസ്വഭാവത്തോടുകൂടി നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഒരാൾ വന്ന് വെല്ലടിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നു, നമ്മൾ ചിരിക്കുന്നു, അവരുടെ വാക്കുകളൊക്കെ കേൾക്കുന്നു. അവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർക്ക് നമ്മൾ എന്തെങ്കിലും കാര്യമായി കൊടുക്കുന്നു. ഹദീസിന്റെ ആശയത്തിൽ കാണാം, ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കയ്യിൽ കൊടുപ്പിക്കൂ എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനാണെന്നറിയോ? നാളെ ഒരു പക്ഷേ നീ ഇല്ലാത്ത നാളിൽ നിന്റെ വീട്ടിൽ ഒരാൾ വന്നാൽ ആ ആളിനോട് എങ്ങനെ പെരുമാറണമെന്ന് നീ മക്കളെ പഠിപ്പിക്കണം. അവർക്ക് ശീലം കൊടുക്കണം, അവർക്ക് പരിശീലനം കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലാണ് നമ്മുടെ കുടുംബ സംവിധാനത്തെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തായ ഒരു അനുഗ്രഹം നിങ്ങൾക്കറിയുമല്ലോ. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വീടെടുക്കുകയും പള്ളിയെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ ഈ പരിസരത്ത് ഇങ്ങനത്തെ അന്തരീക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അന്തരീക്ഷങ്ങളൊക്കെ ഇന്ന് നമ്മുടെ പള്ളിയുടെ പേരിൽ അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ്. ഇന്നിവിടെ ഇഷ്ടംപോലെ മുസ്ലിം കുടുംബങ്ങൾ വന്നു, മുസ്ലിം വീടുകൾ വന്നു. നമ്മുടെ ഈ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, മാഹോലുകൾ, അന്തരീക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ പള്ളിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണം. പള്ളിയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഓടി വന്ന് കൈ കെട്ടിയിട്ട് സലാം കിട്ടുമ്പോൾ ഇറങ്ങിപ്പോവുക എന്നല്ല. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, പള്ളി എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഗേഹമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചുതണ്ടാണ്. പള്ളിയുടെ അമലുകളും പള്ളിയിൽ നിന്നും പ്രസരിക്കുന്ന ആ പ്രകാശവും നമ്മുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ പള്ളിയുമായി ബന്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പള്ളിയിലൂടെയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പള്ളി വെറും നിസ്കാരവും ഇബാദത്തും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം അൽഹംദുലില്ലാഹ് നമ്മൾ മദ്രസ തുടങ്ങി. ആ മദ്രസയിൽ ഇപ്പോൾ ഉള്ള കുട്ടികൾ മാത്രം പോരാ, ഈ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ ദീൻ പഠിക്കാൻ വേണ്ടി വരണം. ദീൻ പഠിക്കണം, അത് പരിശീലിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങൾ ഇറങ്ങണം. മദീന മുനവ്വറ എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രദേശമുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രദേശത്ത് കുറച്ചു കാലം താമസിച്ചു. വെറും 10 വർഷക്കാലം താമസിച്ചതോടുകൂടി ആ പ്രദേശത്ത് വലിയ മാറ്റമുണ്ടായി. ആ നാട്ടിൽ എല്ലാ ജനങ്ങളും നിസ്കാരക്കാരായി. ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, പച്ചയായി അറിയപ്പെട്ടിരുന്ന കപടവിശ്വാസികൾ പോലും, മുനാഫിഖുകൾ പോലും പള്ളിയിൽ വന്ന് നിസ്കരിക്കുമായിരുന്നു. കാരണം നിസ്കരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അവിടെ കളവില്ല, ചതിവില്ല, വഞ്ചനയില്ല, ആരും ആരെയും ഉപദ്രവിക്കുകയില്ല. ആർക്കും എപ്പോഴും വന്നാലും അത്താഴം കിട്ടും, ആരും പട്ടിണിയാവുകയില്ല.
പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മുടെ നാട് മഹനീയമായ ഒരു മാതൃകയിലേക്ക് വളരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രദേശത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾക്ക് അല്ലാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മളുടെ ഉപ്പമാർക്ക്, നമ്മുടെ